പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എന്താ പരിപാടി എന്നല്ലേ, ഇന്ന് ഞാനൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ക്യാരറ്റ് കേക്കിന് ഞാൻ 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അളവ് വേണ്ടതെന്ന് തന്നെ വെച്ചാൽ ഈ 250 മില്ലിയുടെ കപ്പിന് 2 കപ്പ് ക്യാരറ്റ് നമുക്ക് അരിഞ്ഞത് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ ഞാനത് ചീകി നല്ലോണം വൃത്തിയാക്കി എടുത്ത് കഴുകി കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഈ ഞാൻ എന്നിട്ടത് അരിഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിനകത്തിട്ടിട്ട് ഇങ്ങനെ അരിഞ്ഞ് അങ്ങനെയാണ് എടുക്കാൻ കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞ് ഞാൻ എടുത്ത് 2 കപ്പ് കറക്റ്റ് 2 കപ്പ് എടുത്തു. ഒരെണ്ണം ബാലൻസ് ഉണ്ട് കേട്ടോ. 3 മതിയായിരുന്നു. 3 അരിഞ്ഞപ്പോൾ കറക്റ്റ് 2 കപ്പ് കിട്ടി കേട്ടോ. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ എന്നെ ചെയ്തു, ഒരു ഗ്യാസിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ്, അതായത് ഞാൻ അളന്ന കപ്പിന് 1 കപ്പ് പഞ്ചസാര എടുത്ത് അത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം അലിയിപ്പിച്ചെടുക്കാം കേട്ടോ. എന്ന് പറഞ്ഞാൽ നല്ലോണം അലിയിപ്പിക്കണം. എന്ന് വെച്ചാൽ അത് നമുക്ക് നല്ല ഒരു ചുമന്ന കളറിൽ കിട്ടണം കേട്ടോ. അതായത് ഇത് നല്ല ആ കട്ടയൊക്കെ നല്ലോണം ഉടച്ച് അത് നമ്മൾ കൈ തൊടാതെ വേണം നമ്മൾ അതിങ്ങനെ ഇളക്കി അലിയിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇത്രയും ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ജസ്റ്റ് അലിയിപ്പിക്കുക മാത്രം ചെയ്താൽ പോരാ, അതിനൊരു റെഡ് കളറ് വരണം. അപ്പോൾ അതുവരെ നമുക്കിത് ഇളക്കി അതൊരു പതഞ്ഞങ്ങ് പൊങ്ങണം. പൊങ്ങി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ അത് നല്ലോണം പതഞ്ഞിങ്ങനെ അങ്ങ് വരട്ടെ. എന്നാന്ന് ചോദിച്ചാൽ അതുപോലെ ഒരു പതഞ്ഞ് വരുമ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റാണ് നമുക്ക് വരുന്നത്. ഈ പഞ്ചസാര കരിഞ്ഞ് വരുമ്പോൾ വേറൊരു ടേസ്റ്റില്ലേ, ആ ടേസ്റ്റാണ് നമുക്ക് കേക്കിലും നമുക്ക് വേണ്ടത്. കരിഞ്ഞ് വരുന്ന ടേസ്റ്റല്ല, അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ടേസ്റ്റ് വരും. അപ്പോൾ അങ്ങനെ ഇത് നല്ലോണം എല്ലാം അലന്ന് നല്ല ഇതായിട്ടോ. ഇനി ഇതങ്ങ് പതഞ്ഞങ്ങ് പൊന്തി വരണം. പതഞ്ഞങ്ങ് പൊന്തി വരുമ്പോഴാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കട്ടെ, ഇതുണ്ടോ, ഇതിങ്ങനെ പൊന്തി വരുന്നുണ്ട്. ഇതുണ്ടോ, ഇത്രയും വരുമ്പോഴേക്കും നമ്മളതങ്ങ് സ്ലോ ചെയ്യണം. ഓക്കെ, സ്ലോ ചെയ്തിട്ട് നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നത് ശ്രദ്ധിക്കണം. തിളച്ച വെള്ളം ഒഴിക്കാൻ പാടില്ല, പച്ച വെള്ളം തന്നെ എടുക്കാവുള്ളൂ. അതും നമ്മൾ ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിക്കാവുള്ളൂ. അതുമല്ല, ഒഴിക്കുന്ന സമയത്ത് ആരെങ്കിലും പിള്ളേരോ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ നിർത്തരുത്, മാറ്റി നിർത്തണം. നമ്മളാണെങ്കിലും കുറച്ച് മാറി നിൽക്കണം. എന്നിട്ട് ഫസ്റ്റ് ഒഴിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പിന്നെ അങ്ങ് ഒഴിച്ച് കഴിഞ്ഞാൽ അതുപോലെ വെള്ളം പോലെ ആയിട്ടോ. അപ്പോൾ ഈ ഒരു ഇതുപോലെ വരണം, ഈ ഒരു കളറ് വരണം. ഇനി നമുക്ക് അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഞാൻ കുറച്ച് ഉണക്കമുന്തിരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ നല്ല ഫുള്ളിൽ വെച്ച് നല്ലോണം വേവിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാകത്തിന് നമ്മളത് ഓഫാക്കി വെക്കണം കേട്ടോ. ഇത്രയും പാകത്തിൽ തന്നെ ഓഫാക്കണം, എന്നാലത് ഇതൊരു ചൂടാറുമ്പോഴേക്കും ചൂടങ്ങ് കട്ടിയാകും. അപ്പോൾ ഒത്തിരി കട്ടിയാകാൻ പാടില്ല. അതുകൊണ്ട് ഈ ഒരു പാകത്തിന് നമ്മളത് ഓഫാക്കി വെക്കണം. അത് നല്ലോണം ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുള്ളൂ കേട്ടോ. ഒട്ടും ആറാതിരിക്കാൻ പാടില്ല, ചൂട് നല്ലോണം ആറണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് എടുത്തേക്കുന്നത് ഞാൻ 2 കപ്പ് എടുത്ത ആ 2 കപ്പിന് 2 കപ്പ് മൈദയാണ് വേണ്ടത് കേട്ടോ. 2 കപ്പ് മൈദയാണ് അളന്ന് ഞാൻ ആ കപ്പിന് തന്നെ എടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ വേറൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്, അതായത് കോൺഫ്ലോർ. അത് ഞാൻ ഈ മൈദയിൽ നിന്ന് 2 ടേബിൾ സ്പൂണ് മൈദ എടുത്ത് മാറ്റുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇതെടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ആവശ്യമുള്ളവർ ചേർത്താൽ മതി. ഇനി അതില്ലെങ്കിൽ പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് മൈദ തന്നെ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 2 എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ നമ്മൾ ചേർത്തു. അതിന് ശേഷം ചേർക്കേണ്ടത് 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ. 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഞാനിപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ പിന്നെ അതിന് ശേഷം ചേർക്കണത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ മിക്സ് ആക്കി അരിപ്പയിലേക്കാണല്ലോ നമ്മളിട്ടത്. അപ്പോൾ അത് നമ്മൾ ഒരു 3 പ്രാവശ്യം നമ്മൾ ഈ അരിപ്പയിലെ ഈ സാധനം നമ്മളൊരു പേപ്പറാണ് ഞാൻ അവിടെ വെച്ചേക്കുന്നത്, ആ പേപ്പറിലേക്ക് അരിച്ച് നല്ലോണം അരിക്കണം. ഒരു വട്ടം നമ്മൾ അരിച്ചതിന് ശേഷം പിന്നെ എടുത്ത് ഇങ്ങോട്ടിട്ടിട്ട് പിന്നെ അരിക്കുക, പിന്നെ എടുത്തിട്ട് അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇതെല്ലാം കൂടെ ചേർത്തല്ലേ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു സാധനം കൂടെ ചേർക്കേണ്ടതായിരുന്നു, 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടാണ് അതിങ്ങനെ അരിച്ച് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു കപ്പ് ചെറിയ മിക്സിയുടെ ചെറിയ ജാറിൽ 1 കപ്പ് പഞ്ചസാരയും പിന്നെ 5-6 ഗ്രാമ്പു 5-6 ഗ്രാമ്പും കൂടെ ഇട്ടേച്ച് നമ്മൾ മിക്സിയിലിട്ട് ഈ പഞ്ചസാര നല്ലോണം പൊടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി നേരം ഇട്ട് പൊടിക്കരുത്. പൊടിച്ചാൽ അത് വെള്ളം പോലെ ആയി പോകും, പഞ്ചസാരയല്ലേ. അപ്പോൾ അതുകൊണ്ട് പാകത്തിന് നോക്കിയിട്ട് പൊടിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിത് ഇത് എല്ലാം മിക്സ് ആക്കിയിട്ട് ഞാൻ ഉപ്പിടാൻ മറന്നു പോയായിരുന്നു, ഒന്ന് പറഞ്ഞില്ലായിരുന്നു, ഉപ്പിടാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉപ്പിട്ടതാണ് പിന്നെ കാണിച്ചത്. അപ്പം പഞ്ചസാര പൊടിച്ച് നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ വെള്ളമില്ലാത്ത ഒരു ജാറ് വേണം എടുക്കാൻ. ഒട്ടും വെള്ളം പാടില്ല, ഒട്ടും വെള്ളമായി ഒട്ടും പാടില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 4 മുട്ട നമ്മൾ പൊട്ടിച്ച് ഇതിനകത്തേക്ക് 4 മുട്ട പൊട്ടിച്ചിട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂണ് വാനില എസൻസ്, ഓക്കെ, 2 ടീസ്പൂൺ വാനില എസൻസും കൂടെ നമ്മൾ അതിലേക്ക് ചേർത്തിട്ട് അത് നല്ലോണം അങ്ങ് ഒരു 30 മിനിറ്റ് 30 സെക്കൻഡ് നമ്മൾ വെച്ച് നല്ലോണം ഇത് അടിച്ചെടുക്കണം. 30 സെക്കൻഡ് തന്നെ അടിക്കണം കേട്ടോ. അതും ഹൈ സ്പീഡിൽ വെച്ചിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാൻ കേട്ടോ. 30 സെക്കൻഡ് നല്ലോണം അത് അടിച്ചങ്ങെടുക്കണം. അത് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര പൊടിച്ചതും മറ്റേതും കൂടെ ഗ്രാമ്പും കൂടെ പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതും ഒരു 30 സെക്കൻഡ് നല്ല ഹൈ സ്പീഡിൽ നമ്മൾ ഇതിലേക്ക് അടിച്ച് നല്ലോണം എടുക്കണം. അതിന് ശേഷം 1 കപ്പ് സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം 30 സെക്കൻഡ് തന്നെ സ്ലോയിൽ ഏറ്റവും ചെറിയ സ്ലോയിൽ അടിച്ചെടുക്കുക, 30 സെക്കൻഡ് തന്നെ. അതിന് ശേഷമാണ് നമ്മൾ ഇപ്പോൾ ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ല അത്രയും വെള്ളം വേണമെന്ന് പറഞ്ഞില്ല. ഇത് ആറിയപ്പോൾ കണ്ടോ, നല്ലോണം ആറിയിട്ടോ. ഇത് ആറിയപ്പോൾ കണ്ടോ എങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമുക്കിതെല്ലാം കൂടെ ഒഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ പാത്രം ഉണ്ടെങ്കിൽ, വലിയ പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് തന്നെ നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് അതിലേക്ക് തന്നെ ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. പക്ഷേ എൻ്റെ കയ്യിൽ അങ്ങനത്തെ വലിയ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം ഇത് അടുപ്പത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ചെറുതിലാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് ഞാൻ ഇളക്കുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തില്ലേ, ഇതിലൊട്ടും ചൂട് പാടില്ല കേട്ടോ. എന്നിട്ട് അത് അടിച്ചെടുത്ത് ഞാൻ ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. നല്ലോണം നമ്മളിതിൽ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. അതിന് ശേഷം പിന്നെ ഒരു 10-20 കപ്പ് കശുവണ്ടി എടുത്തിട്ട് നല്ലോണം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് ഈ അണ്ടിപ്പരിപ്പ് നമ്മൾ ക്രഷ് ചെയ്ത അണ്ടിപ്പരിപ്പ് കൂടെ അതിനകത്തിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ മറ്റേ കൂട്ടെടുത്ത് വെച്ചിട്ടില്ലേ, നമ്മൾ ഇളക്കിയ കൂട്ടിലേക്ക് ഇതിട്ടിട്ട് നല്ല മിക്സ് ചെയ്യണം കേട്ടോ. ഉപ്പിടാൻ മറക്കരുത്. ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ ഇടണം, അത് ഞാൻ പ്രത്യേകം പറയാണ്. പിന്നെ നമ്മൾ ഈ പൊടി കുറേശ്ശെ ഇട്ടേച്ച് വേണം നമ്മളിത് നല്ലോണം ഇങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് വേണം കേട്ടോ അത് ഇളക്കാൻ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും, കട്ട പിടിക്കും ചിലപ്പോൾ. അപ്പോൾ നല്ലോണം എടുത്ത് ഇതുണ്ടാകും. ഇങ്ങനത്തെ ഈ സാധനം ഉണ്ടെങ്കിൽ, ഇളക്കുന്ന സാധനം ഉണ്ടെങ്കിൽ നല്ലതാണ്. സ്പൂൺ ഇട്ടിട്ട് ഇളക്കിയാലും നമുക്ക് ശരിയാവുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് നല്ലോണം ഇളക്കി. ഇപ്പോൾ ഇത് കണ്ടോ, ഞാൻ മാവെടുത്ത് കാണിച്ച കണ്ടോ, ആ ഒരു ഇതിൽ
വേണം വരെ കറക്റ്റ് വരാൻ. അപ്പോൾ അങ്ങനെ അത് നല്ലോണം ഇളക്കി മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഉണ്ടാക്കാനുള്ള പരിപാടി. എൻ്റെ കയ്യിൽ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന പാത്രമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഞാൻ സ്റ്റീൽ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇച്ചിരി ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിൽ നല്ലോണം അതിലേക്ക് നല്ലോണം പുരട്ടി കൊടുത്തു കേട്ടോ. പുരട്ടി കൊടുത്തതിന് ശേഷം ഇച്ചിരി പിന്നെ മൈദ പൊടി എടുത്തിട്ട് നമ്മളിതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം എല്ലാ സ്ഥലത്തും നമ്മളിങ്ങനെ തെപ്പി ഇങ്ങനെ എല്ലാ സ്ഥലത്തും ആക്കണം. ആ മൈദാപ്പൊടി ഇട്ടേച്ച് നല്ലോണം ഇങ്ങനെ എല്ലായിടത്തും ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതൊഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ പിന്നെ കരിയത്തില്ല. ഓക്കെ. അപ്പോൾ അതുപോലെ എല്ലായിടത്തും ആക്കണം കേട്ടോ. അത് ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊഴിച്ച് കൊടുക്കണം. ഈ പാത്രത്തിലേക്ക് നമ്മൾ ഇതങ്ങ് ഒഴിച്ച് കൊടുക്കണം. ഇത് ഞാനുണ്ടാക്കിയത് ഒരു ഇത്രയും തന്നെ വേണ്ട, ഇത്രയും മതി. കുറച്ച് പിന്നെ പാത്രമായതുകൊണ്ട് നമുക്ക് ഒത്തിരി വെക്കാൻ പറ്റില്ല. മറ്റേ കേക്ക് ഉണ്ടാക്കുന്നതാണ് ഇച്ചിരി കൂടുതൽ ഒഴിക്കുക. പാത്രം ആയതുകൊണ്ട് ഇതങ്ങ് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ലോണം ഇതങ്ങ് തട്ടി നല്ലോണം അതിൻ്റെ ആ എയറൊക്കെ കാണുമല്ലോ, നമ്മൾ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എയറൊക്കെ കാണും. അപ്പോൾ നമ്മളതെല്ലാം ഇങ്ങനെ തട്ടി നല്ലോണം പാകമാക്കണം. നല്ലോണം തട്ടണം കേട്ടോ. അതിനാന്ന് ചോദിച്ചാൽ ഈ എയർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സുഖമില്ല, ഒരു ഹോളൊക്കെ ഉണ്ടാകും. എത്ര നമ്മൾ തട്ടിയാലും ചിലപ്പോൾ ഉണ്ടാകും. എന്നാലും ഇത് നല്ലോണം ഇങ്ങനെ തട്ടി നമ്മൾ വെക്കണം കേട്ടോ. പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഓവനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്യാസിൽ തന്നെയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഈ ഗ്യാസിൽ ഞാൻ ഈ പാത്രം ഒരു 5 മിനിറ്റ് ഈ ഫുള്ള് ഗ്യാസ് കത്തിച്ച് ഫുള്ളിലങ്ങ് ഈ പാത്രം വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ വെക്കാൻ നേരത്ത് അത് സ്ലോ ചെയ്തിട്ടാണ് പിന്നെ ഞാനിത് വെക്കുന്നത് കേട്ടോ അടുപ്പത്തേക്ക്. എന്നു വെച്ചാൽ നല്ല ചൂടിലിരിക്കുകയാണ്. 5 മിനിറ്റ് ഫുള്ളിൽ ഞാൻ വെച്ചേച്ചാണ് പിന്നെ ആ റൗണ്ട് പോലെയുള്ളൊരു സാധനം അതിനകത്തേക്ക് വെച്ചേച്ച് ഇനിയാണ് നമ്മൾ ഈ ഒഴിച്ചത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് വെക്കാം കേട്ടോ. ഇങ്ങനെ നല്ല കറക്റ്റിനാക്കി നമ്മൾ വെക്കണം. കൈ പൊള്ളി കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുറച്ച് നല്ല ചൂടിലിരിക്കുകയല്ലേ. അപ്പോൾ അതങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് ഇങ്ങനെ നല്ല നേരെ വെച്ച് കൊടുക്കണം. നേരെ ചെരിഞ്ഞൊക്കെ പോയാൽ പിന്നെ ഏങ്കോണിച്ചൊക്കെ ഇരിക്കും നമ്മുടെ കേക്ക്. അപ്പോൾ അതുകൊണ്ട് നേരെ കറക്റ്റാക്കി ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഞാൻ നമ്മൾ ഇച്ചിരി അണ്ടിപ്പരിപ്പും പിന്നെ ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അത് കൂട്ടും കുറച്ചിട്ടു. പിന്നെ നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കുന്ന എന്താ, ക്യാരറ്റ് കേക്കല്ലേ. അപ്പം അതിലേക്ക് ക്യാരറ്റ് പിന്നെ അരിഞ്ഞേ കൊണ്ട് കുറച്ച് അതിൻ്റെ മേലേക്കടെ ഇങ്ങനെ തട്ടിപ്പൊത്തി ഇങ്ങനെ അങ്ങനെ ഇട്ടു. അപ്പം അങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഇത് കേട്ടോ. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി നമ്മുടെ ഗ്യാസ് ചെയ്തോളും. ഇനി നമ്മളൊരു 45 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാം പല കണക്കായതുകൊണ്ട് 45 മിനിറ്റ് ഇത് ഞാൻ ഈ അടുപ്പിലായതുകൊണ്ട് ഇത് ഞാൻ സ്ലോയിൽ വെക്കുന്നു കേട്ടോ. ഇത് ഫുള്ളിലല്ലായിരുന്നു, നല്ല ഹൈയിലിരിക്കുമല്ലായിരുന്നോ. അപ്പോൾ സ്ലോയിലാണ് 45 മിനിറ്റ് സ്ലോയിലാണ് ഞാനിത് വെച്ചത്. അതിനാ ചോദിച്ചാൽ അതല്ലെങ്കിൽ നമ്മൾ ഫുള്ളിൽ ഒരു 3/4 വെച്ചാൽ ചിലപ്പോൾ അടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം 45 മിനിറ്റ് ഞാൻ സ്ലോവിൽ ഇതിങ്ങനെ അങ്ങ് വെച്ചിട്ട് നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പറ്റില്ലെങ്കിൽ ഒന്നും കൂടെ കുറച്ച് നേരം കൂടെ വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ വെച്ചതിന് ശേഷം ഒരു 45 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. 45 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് തുറന്ന് നോക്കിയത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നോക്കിക്കേ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന്, എൻ്റെ കേക്കിൻ്റെ അവസ്ഥ നോക്ക് എങ്ങനെയുണ്ടെന്ന്. കണ്ടോ, ഞാൻ ഒഴിച്ചതൊരിച്ചിരി കൂടിപ്പോയി, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. ടേസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലല്ലേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ കേക്ക് ഓക്കെ ആയി. ഇനി നമുക്ക് ഇതൊരു മറ്റേ ഈർക്കിലി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഈർക്കിലി എടുത്ത് ഇങ്ങനെ പിന്നെ ഇതിന് നടുഭാഗം കേട്ടോ വേഗം താമസം വരുന്നതുകൊണ്ട് നടുഭാഗത്ത് നമ്മൾ കുത്തി നോക്കണം. കുത്തി നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഈർക്കിലിയിലൊന്നും ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പാകം ഇതാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ കേക്ക്
അടിപൊളിയായിട്ട് വിജയിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പറയാൻ വരട്ടെ, നമുക്ക് ലാസ്റ്റ് നോക്കാം എങ്ങനെയാണെന്ന് കേട്ടോ. അപ്പോൾ ഇത് എളുപ്പമാണ്, ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. നമ്മൾ നോക്കി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എങ്ങനെയാണെന്നൊക്കെ ചെയ്ത് നോക്കണം, നോക്കാത്തവർ കേട്ടോ. ഞാനീ പറഞ്ഞാൽ ഓരോ യൂട്യൂബിലും ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെയുള്ള ഫുഡിൻ്റെ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞ് ഞാൻ പറ്റുന്നതൊക്കെ ഞാൻ ട്രൈ ചെയ്യും കേട്ടോ. ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളല്ലേ ഇതൊക്കെ. നമ്മുടെ മക്കൾക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇഷ്ടമാകില്ല. നമ്മൾ കാശ് കൊടുത്ത് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നേക്കാളും നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ അതെടുത്ത് പുറത്ത് വെച്ചിട്ട് അത് നല്ല ആറിയതിന് ശേഷം നമ്മൾ പാത്രമായതുകൊണ്ട് ഇച്ചിരിയൊക്കെ നമ്മളൊന്ന് ഒരു സൈഡൊക്കെ ആ സാധനം കൊണ്ടൊക്കെ തവിയും കൊണ്ടോ പറ്റുന്ന എന്താ ഉള്ളെങ്കിൽ അതുകൊണ്ടൊന്ന് സ്പൂണും കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് സൈഡിൽ നിന്ന് നമ്മളിതാക്കി കൊടുക്കണം. അതാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടൊന്ന് കമത്തി വെച്ചിരുന്ന അത് സാധനം സൂപ്പറായിട്ട് വന്നു കേട്ടോ. എൻ്റെ കേക്ക് എങ്ങനെയുണ്ട്? അപ്പം ഞാനത് കട്ട് ചെയ്യാണ് കേട്ടോ. നോക്കിയോ എങ്ങനെയുണ്ടെന്ന്. കട്ട് ചെയ്ത് അത് നല്ല സോഫ്റ്റ് കേക്കാട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുമായിരുന്നു. പാകത്തിന് മധുരം കറക്റ്റ് ഞാൻ പറഞ്ഞ അളവിന് തന്നെ എടുക്കണം കേട്ടോ. പഞ്ചസാര എല്ലാ സാധനങ്ങളും പാകത്തിന് അളവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പാകത്തിന് മധുരമൊക്കെ ആയിരുന്നു. ഓവറായിട്ട് മധുരം വേണ്ട, ഒരു ഇച്ചിരൂടെയൊക്കെ ചേർക്കാം. നല്ല മധുരമായിരുന്നു കേട്ടോ. നല്ല മധുരം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മധുരമായിരുന്നു. നല്ല മധുരം വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നവർ? ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കേട്ടോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ പണിയാന്നൊക്കെ. പണി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആഗ്രഹം കൊണ്ട് നമ്മൾ ഓരോന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം നമ്മൾക്ക് ഇച്ചിരി റിസ്ക് എടുത്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി സാധനങ്ങളും വേണ്ട. ഈ പറയുന്ന പോലെ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും വേണമെന്നൊന്നുമില്ല, അങ്ങനെ വേണമെന്നൊന്നുമില്ല. നമുക്ക് ഈ പറയുന്ന മൈദായും ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമുക്ക് ഒഴിവാക്കാം. നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ആഗ്രഹം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നില്ല, അപ്പോൾ നമ്മളങ്ങ് ഉണ്ടാക്കണം. അങ്ങനെയാണ് എൻ്റെ ആങ്ങളെ പറയും. നമുക്ക് എന്നാ ഇഷ്ടമുണ്ടെങ്കിലും വേണമെന്ന് കൊതി എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നമ്മളങ്ങ് ഉണ്ടാക്കി കഴിക്കണം. ഓക്കെ, അപ്പോൾ അതുപോലെ നോക്കുക. അപ്പോൾ നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കി നോക്കട്ടോ. നിങ്ങളൊക്കെ കാണുന്നവരൊന്നും ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്ക്. നല്ല സൂപ്പർ സാധനം കേട്ടോ. അടിപൊളിയാണ്, നന്നായിട്ടുണ്ട്. എൻ്റെ ഒരു വേർഡാണ് ഈ അടിപൊളി സൂപ്പർ എന്ന്. അതെല്ലാവർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾ ഈ കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കി എന്നോട് കമൻ്റ് ഇടണം. ഞാനിതുപോലെ ഉണ്ടാക്കി നന്നായിട്ടുണ്ടെന്ന്. അല്ല ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ കമൻ്റ് ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ പറയുന്ന പോലെ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.